ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണ് ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ കൂടുതലായിട്ടൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡ്രസ്സ് കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. മിക്ക വീഡിയോസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഞാൻ സെയിം ഡ്രസ്സുകൾ തന്നെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ ഡ്രസ്സുകളൊന്നുമില്ല. അപ്പോൾ ഉള്ള കുറച്ച് കളക്ഷൻ ആയിരിക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതേ ആദ്യം തന്നെ ഈ ഒരു യെല്ലോ ടോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു സെയിം കളറ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കളറാണ്. ഇതൊരു കുർത്തി ടൈപ്പാണ് കേട്ടോ. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അതായത് ഒരു മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ രസമൊന്നുമില്ല. നമുക്ക് നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് ഒതുങ്ങുന്ന ഒരു രീതിയിലുള്ള ടോപ്പ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒക്കെ വീഡിയോ കാണിക്കാൻ വേണ്ടി തന്നെ ഒക്കെ വലിച്ചിട്ട് തരുന്നു കേട്ടോ. അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കുന്നത്. പിന്നുള്ളത് ദേ ഈ ഒരെണ്ണ കേട്ടോ. കണ്ടോ, അങ്ങനെ ഒരു ഇവിടെ ഒരു ഗിൽറ്റ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേട്ടോ. വീഡിയോയിലാകുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെത്. ഈ ഒരു ടോപ്പ് ഞാൻ ഒരുപാട് വട്ടിയിട്ടതാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ള ടോപ്പിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങളോളം നിൽക്കും കേട്ടോ. വർഷങ്ങൾ വേണമെങ്കിൽ തന്നെ പറയാം. എനിക്ക് പിന്നെ അങ്ങനെ ഇട്ട ടോപ്പുകൾ തന്നെ വീണ്ടും വീണ്ടും ഒരു പരിപാടിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇട്ടതന്നെ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിക്കലും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇതന്നെയല്ലേ ഇട്ടത്, എനിക്ക് വേറെ ഒന്നും ഇടാനില്ലേ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ എനിക്ക് ഇക്കൂസ് ടോപ്പ് എടുത്ത് തരാത്തത് അല്ലെ ഡ്രസ്സ് എടുത്ത് തരാത്തത് ഒന്നും അല്ല കേട്ടോ. എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ആവശ്യത്തിൽ കൂടുതലൊന്നും എനിക്കിഷ്ടമല്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഡ്രസ്സ്. പിന്നെ മാറ്റി മറിച്ചിടാൻ തൽക്കാലം ഉള്ളതൊക്കെ ഉണ്ട്. അത് മതി എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത് കേട്ടോ. കൂടുതലായിട്ട് ഞാനൊന്നും ഇക്കൂസിൻ്റെ അടുത്ത് എപ്പോഴും എനിക്ക് ഡ്രസ്സ് വേണമെന്നൊന്നും ഞാൻ സാധാരണയായിട്ട് പറയാറില്ല. അപ്പം അടുത്തൊരു ടോപ്പ് എന്ന് പറയണത് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ വന്നിട്ടൊരു കോളർ ടൈപ്പൊക്കെ വരുന്ന ഒരു ടോപ്പാണേ. ഇത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു കെട്ടാനായിട്ടുള്ളൊരു വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവമാണ് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഈ ഒരു ജീന് വരുന്ന ഒരു ടൈപ്പിലുള്ള ഒരു തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതാണ് സംഗതി. ഇത് മിക്കവാറും നിങ്ങളെ വീഡിയോസിലൊന്നും ഞാനിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് സത്യം പറഞ്ഞാലൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ്. പക്ഷെ ഇപ്പോഴൊന്നും ആയിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഇടും, പക്ഷെ വീഡിയോയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളൂ. ഈ ഒരു ടോപ്പ് ഒരു ഷോർട്ടായിട്ട് വരുന്ന ടോപ്പാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ്. ഇതിൻ്റെ പിന്നിൽ സത്യം പറഞ്ഞാലൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ ടോപ്പ് എനിക്കിഷ്ടമുള്ള ടോപ്പുകളാകുമ്പോൾ നമ്മൾ കൂടുതൽ അധിക പ്രോഗ്രാമിനും നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഇട്ട സമയത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡ് ഡ്രസ്സൊന്നും വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ളൊരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ആ ഡ്രസ്സ് ഇടാനൊന്നും എന്നെ സമ്മതിച്ചിട്ടില്ലായിരുന്നേ. പക്ഷെ ഞാനല്ലേ ആള്, ഞാനങ്ങനെ വിട്ടു കൊടുക്കൊന്നുമില്ല. ഞാൻ അതൊക്കെ തന്നെ ഇടാറുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡ്രസ്സിനോട് അങ്ങനെ കൂടുതലായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കുള്ളത് മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. ഒന്ന് കയറുമ്പോൾ മറ്റേതെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. പിന്നെ ചിലൻ്റെ ഡ്രസ്സിലൊന്നും കൂടുതലായിട്ട് പാർട്ടി വെയർ ഒന്നും അങ്ങനത്തെ ഡ്രസ്സുകളൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്താ വെച്ചാൽ നമുക്ക് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് പിന്നെ നമുക്ക് പോകുമ്പോൾ ഒരു ഇതല്ലേ. പിന്നെ വീട്ടിൽ നിന്നും കൂടെ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ആർക്കും കൊടുക്കാനൊന്നും ഇല്ലാത്ത ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയല്ല നിൽക്കുക. അപ്പം ഞാൻ അങ്ങനത്തെ ഇതൊന്നും എടുക്കലില്ല കേട്ടോ. പാർട്ടി വെയർ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കലില്ല. സാധാ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറ്. അത് വലിയ ഓരോ വില കൊടുത്തിട്ടൊന്നും വാങ്ങിക്കലില്ല കേട്ടോ. എനിക്ക് ചെറിയ വിലൻ്റെ, എന്നാൽ കാണാൻ നല്ല വൃത്തി വേണം, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള അങ്ങനത്തെ ടോപ്പുകൾ, അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ഇക്ക പിന്നെ എപ്പോഴും പറയും ഉള്ള പൈസേൻ്റെ വലിയതെടുത്തോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ
ഏറ്റവും കൂടുതലായിട്ട് ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ പറയുക, ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് ഉണ്ടാകുമല്ലോ, അത് ഞാൻ എടുത്ത് നോക്കും. വലിയ പൈസയാണ്, നമ്മളെ കയ്യിലേക്കാൾ കൂടുതലുള്ള പൈസയാണെന്നുള്ളത് കാണുമ്പോൾ ഞാൻ എല്ലാതും നൈസായിട്ട് എടുക്കും. എൻ്റെ അടുത്ത് പറയും എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായില്ല, എനിക്ക് വേണ്ട. ഇക്കൂസിന് ചിലപ്പോൾ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, എന്നാൽ എടുത്താൽ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ പറയില്ല കേട്ടോ. എന്നിട്ട് അതിന് കുറഞ്ഞ പൈസേൻ്റെ ഡ്രസ്സ് എവിടെയാണെന്ന് നോക്കും കേട്ടോ. എന്നിട്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരും. ചിലപ്പോൾ ആ കുറഞ്ഞ പൈസേൻ്റെ അതിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഡ്രസ്സുകളുണ്ടായിരിക്കും, അങ്ങനെ ഞാനെടുക്കും. അങ്ങനെ പറഞ്ഞ് എവിടേക്കോ എത്തുന്നുണ്ടല്ലേ. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. അതേ ഒരു ബ്ലാക്കും വൈറ്റും കൂടിയിട്ട് പിന്നെ അതിൽ ഒരു മെറൂണാട്ടോ, ഒരു 2 തട്ട് വരുന്ന ഇതൊരു ഹാഫ് ടോപ്പാണ് കേട്ടോ. ഇതാണ് സംഗതി. ഇതും നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോസിലൊന്നും ഞാൻ ഇട്ടിട്ട് ഉള്ളത്. ഞാൻ ഇടാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇത് അധികം ഉണ്ടാവില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നത്തേതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതുണ്ടോ, ഈ ഒരു സംഭവം ഇതൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ഇത് കുറേ പ്രാവശ്യം വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കാനായി, പക്ഷെ ഞാൻ ഒഴിവാക്കില്ല, ഞാൻ എടുത്തു വയ്ക്കും. വീണ്ടും 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 ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പറ്റ നാശമായി നണ്ടാൽ വീട്ടിൽ നിന്ന് ഓടും കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഈ ഒരു എണ്ണ കൊണ്ടിട്ട് ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ മെയിനായിട്ട് എപ്പോഴും ഡ്രസ്സ് എടുക്കൽ സുഡിയോ എന്നാണ് കേട്ടോ. ആദ്യമൊക്കെ ഏതെങ്കിലും ചെറിയ ഷോപ്പിലൊക്കെ എടുക്കൽ, പിന്നെ എനിക്കാണ് മെയിനായിട്ട് തന്നെ സുഡിയോ എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ കേട്ടോ. പിന്നെ വരുന്നത് ഇതേ ഒരു ബ്ലാക്ക് ഷർട്ട്, ചുക്കി ചുളുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടാഞ്ഞിട്ട്. ഇത് കണ്ടോ, ഒരു ഫുൾ കൈയുള്ള ഫുൾ സ്ലീവ് വരുന്ന ഒരു ബ്ലാക്ക് ഷർട്ടാണ്. ഇതാണ് സംഭവം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ ഇത് 2 തവണയായിട്ട് ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് ഇടാനായിട്ടുള്ള ഒരു അവസരം ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ, ഇത് ഒരു ഷർട്ടാണ്. പിന്നെ വരുന്നത് ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നിട്ടുള്ള ഒരു ടോപ്പ്, ഒരു കുർത്തി. ടോപ്പും കുർത്തി ഏതാണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനും ടോപ്പ് എന്ന് തന്നെ ഒരേപോലെ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇട്ടാൽ നല്ലൊരു ചേർച്ചയുള്ള ഒരു ഇതാണ് കേട്ടോ. എനിക്ക് പൊതുവേ കടും കളർ തന്നെയാണ് ഇഷ്ടം, പക്ഷേ ഇക്കുസിനെ ഞാൻ എപ്പോഴും ഡ്രസ്സിങ്ങിൽ ഇടുന്നത് ലൈറ്റ് കളറാവാനാണ്. എനിക്ക് എപ്പോഴും പറയാം എടുത്ത് കാണിക്കും എന്ന് പറയട്ടോ, ഞാൻ ഡാർക്ക് കളറിലൊക്കെ ഇട്ടാൽ. അങ്ങനെ ഇത് ഒരു ബ്ലൂ ആണ്, ബ്ലൂവിൽ ഒരു ഗോൾഡൻ പ്രിൻ്റഡ് വരുന്ന ഒരു കുർത്ത. ഇതൊക്കെ സുഡിയോത്തെ ഡ്രസ്സിലത് ഇതേ ഈ ഒരു സംഗതിയാണ്. ഇത് നേരത്തെ കാണിച്ച ടോപ്പിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ, അതിൻ്റെ വേറൊരു ടൈപ്പ് വന്നേ ഉള്ളൂ. ഫ്ലവർ ഫുള്ള് വൈറ്റ് ടോപ്പിൽ ഫുൾ ഫ്ലവർ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനത്തെ ടോപ്പുകളൊക്കെ. ഇതൊക്കെ ചെറിയ വിലൻ്റെ കേട്ടോ ടോപ്പ്. ഇനി ആരും കണ്ടിട്ട് ഏത് കളിയാക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ വിലൻ്റെ അങ്ങനത്തെ ടോപ്പുകളാണ് ഇഷ്ടം. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഇതേ ഒരു ഇത് ഞാൻ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വയനാട് വെച്ചിട്ട്, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. ഇത് സുഡിയോ എന്നല്ല, ഇത് ഈസി ബേ എന്ന് എടുത്തതാണ് കേട്ടോ. കണ്ടിട്ട് ഒരു പാർട്ടി വെയർ പോലെ തോന്നുന്നുണ്ടായിരുന്നു, പക്ഷേ പാർട്ടി വെയർ അല്ല, ഒരു ടോപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഗോൾഡൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് കാണുമ്പോൾ പാർട്ടി വെയറാ തോന്നിക്കും കേട്ടോ. ഇതൊരു ഫുൾ ലെങ്ത് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള കേട്ടോ. എനിക്ക് നന്നായിട്ട് ചേരുന്നൊരു കളറും കൂടി ഇരുന്നിട്ടത് ഇതാണ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടില്ല. അടുത്തതായിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഗതി. അപ്പം ഞാൻ എത്ര ടോപ്പ് കാണിച്ചു അല്ലേ? അങ്ങനെ കുറേ ഒന്നും കാണിച്ചിട്ടില്ല, ഒക്കെ കുറേയൊക്കെ പഴയതായി പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇടുമല്ലോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് ഇതൊരു പീക്കോക്ക് കളറിൽ വരുന്നിട്ടുള്ള ഒരു ഹാഫ് ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ആലപ്പുഴ പോയിരുന്നു ഇക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. അപ്പോൾ ഓൾറെഡി ഇക്കൂസിനും മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്കിവിടെ നിന്നും ആ ടൈമിൽ ഒറ്റ ഡ്രസ്സും കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് തൽക്കാലം വെച്ചിട്ട് എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അവിടെ അങ്ങനെ വലിയ കളക്ഷനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം ഉള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു ടോപ്പാണ് കേട്ടോ. അവരെല്ലാവരും കല്യാണത്തിന് കൂടിയപ്പോഴും ഞങ്ങൾ ഫുള്ള് അന്നത്തെ രാത്രി ഡ്രസ്സ് തപ്പിക്കൊണ്ട് പോയിരിക്കുന്നത്.
അപ്പം അന്നെടുത്തൊരു ടോപ്പാണ് ഇത്. ഏറ്റവും ഇഷ്ടമുള്ളതുമാണ്. അപ്പോൾ ഇതിന് ഒരു 2-2.5 വർഷമായിട്ടുണ്ടാവും കേട്ടോ ഈ ടോപ്പ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു തുണിയാണെന്ന് തോന്നുന്നുണ്ട് ഇത്. അപ്പം ഇതും ഇവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. പക്ഷെ ഞാനിതിനൊരു ചൈനീസ് ടോപ്പ് എന്നാട്ടോ എൻ്റെ എളുപ്പത്തിന് പറയൽ. എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പം ഇടാറില്ല, അതാണ് ഇപ്പോൾ നേരെ ആക്കുന്നത്. ഇപ്പം ഇതാണ്, ഇതൊരു ഷോർട്ട് ടൈപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൈയൊക്കെ വന്നിട്ട് ഇതുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചൈനീസ് ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സംഭവം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഒരു അറിവില്ലായ്മയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ വീഡിയോസിലൊന്നും നിങ്ങളിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു ബെൽറ്റ് വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അരയ്ക്ക്. അപ്പോൾ ഇത് അലക്കിയിട്ട് അതിൽ ചിക്കിയ സമയത്ത് ഇതിൻ്റെ ബെൽറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയി. നല്ല രസമുള്ളതായിരുന്നു. ഇതേ സെയിം ഒരു വർക്കിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ ബെൽറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇടാൻ പറ്റാറില്ല. ആ ബെൽറ്റ് ഇല്ലാണ്ട് ഇത് ഇട്ടാൽ ഇത് ഭയങ്കര ലൂസായിട്ട് നിൽക്കാം. എനിക്ക് ഡ്രസ്സിൽ എപ്പോഴും സ്മോളാട്ടോ, സ്മോൾ സൈസാണ്, എസ്സാണ് ഞാൻ എപ്പോഴും വാങ്ങിച്ചിടാറുള്ളത്. അതെനിക്ക് പാകമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഇടാൻ പറ്റാറില്ല, ആ ഒരു ബെൽറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ആരോ ചൂയിങ്കം കഴിച്ചിട്ട് ഇതാക്കിയിട്ട് അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ കറക്റ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഈ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇടാൻ പറ്റില്ലല്ലോ നമുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. എൻ്റെ നിർഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് എത്രയോ വർഷങ്ങളോളം ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിടാൻ പറ്റില്ല. അപ്പം ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതേ ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതൊരു ലെങ്ത്തുള്ള ടൈപ്പ് ടോപ്പ് തന്നെയാണ്. ഇതും ഞാൻ വീഡിയോസിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കളർ ഇപ്പം എന്ത് കളർ അത്, ഇതിൻ്റെ കൈയൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കൈയാണ് ഈ ഒരു ടൈപ്പ്. ഇതിൻ്റെ കളർ ഒരു പിസ്ത കളറൊക്കെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു അലാസ്റ്റിക് പോലെയാണ് കേട്ടോ. ഇട്ടിട്ട് നല്ല രസമുള്ളൊരു ടോപ്പ് തന്നെയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പ് ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ്. ഇപ്പം ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഇട്ടത്. 4 പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോസ് കളർ, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ കൈയൊക്കെ വന്നിട്ട് അലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതും സംഗതി നല്ല രസമുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ടോപ്പിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഡ്രസ്സ് കളക്ഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വലിച്ചിട്ടത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് മടക്കി അലമാരയിൽ നല്ല വരുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും മറ്റുള്ളവർ പറയുന്ന പോലെ എന്തെങ്കിലും കമൻറ്റും കൊണ്ട് നിങ്ങളും വരണ്ടല്ലോ. എല്ലാ വീഡിയോസിലും ഈ സെയിം ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിക്കതിനൊരു കുറച്ചിലും മനക്കേടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉള്ള ഇതല്ല, നമ്മളുള്ള വിലക്കനുസരിച്ചുള്ള ഡ്രസ്സ് വാങ്ങിച്ചിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഓരോരുത്തരും സാമ്പത്തികം കൊണ്ടായാലും ഇനിയിപ്പോൾ മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടായാലും വ്യത്യസ്തരായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളതിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കളക്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്തതിലൊക്കെ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാനിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി ആരും എനിക്ക് ഇക്ക ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ള കമൻറ്റ് ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് ഡ്രസ്സ് ആവശ്യത്തിലധികം ഒക്കെ വാങ്ങിച്ചു തരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോവാറുമില്ല. എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നിരസിക്കുകയാണ് ചെയ്യൽ. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാറുള്ളൂ. കാരണം ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യത്തിന് ഈ ഡ്രസ്സിന് തീരെ ഇട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ മാത്രമേ പുതിയൊരായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെ നമ്മുടെ അടുത്തുള്ള തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് പോകാറാണ് പതിവ്. അപ്പം എനിക്കങ്ങനെ വലിയതായിട്ടൊന്നും ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാവുന്ന കൂട്ടത്തിലൊന്നുമല്ല. ആവശ്യത്തിന് നമുക്ക് ഉള്ളത് മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വെച്ചാൽ
അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ടോപ്പിൻ്റെ വിശേഷങ്ങളും എൻ്റെ ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആരെയും താഴ്ത്തി കെട്ടി ഇതാക്കിയിട്ട് പറയുന്നതല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് ഡ്രസ്സ് ഓരോ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സ് വേണം എന്നുള്ളതായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഡ്രസ്സൊന്നും കൂടുതലായിട്ടൊന്നും വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് കയറി പറഞ്ഞാൽ അടുത്തൊരു ഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കേസൊക്കെ വരുമ്പോൾ ഇട്ട് തന്നെ വീണ്ടും ഇടാൻ പറ്റാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മൾ പരിധിക്കനുസരിച്ച് വാങ്ങിക്കാറുണ്ട്. ഡ്രസ്സ് എടുക്കാത്ത വിഷയങ്ങളൊന്നും നിൽക്കലൊന്നുമില്ല കേട്ടോ. ഓരോ പരിപാടിക്ക് ഞങ്ങൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം എന്ന് പറയുന്നത് കുറഞ്ഞ പൈസയ്ക്കുള്ള അങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരെയും താഴ്ത്തി കെട്ടി എന്തെങ്കിലും വേറെ രീതിയിൽ സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടൊന്നുമില്ല ഈ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.